നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നേ കുറച്ച് ഡിസ്കൗണ്ട് സെയിലായാലോ സാരീസിൻ്റെ, അതായത് ഇപ്പം ആഫ്റ്റർ ഓണം ക്ലിയറൻസ് എന്ന് പറയുന്ന പോലെ ഒരു ക്ലിയറൻസ് സെയിൽ ഈ ദിവസങ്ങളിലെല്ലാം നമുക്ക് ക്ലിയറൻസ് സെയിലായിരിക്കും. അത് എല്ലാ ദിവസവും ആയിരിക്കും എന്നാണ് പ്രതീക്ഷ. ഇടയ്ക്ക് വേറെ വല്ലതും കയറി വന്നെങ്കിൽ എന്നോട് സതയെ ക്ഷമിക്കണം കേട്ടോ. പറയാൻ പറ്റില്ലല്ലോ, ചിലപ്പോൾ എന്നാന്നറിയോ, ഒരു ദിവസം 2-3 വീഡിയോ ഒക്കെ എടുക്കുമ്പം ചിലപ്പം വേറെ സാധനമായിരിക്കും അപ്ലോഡായി പോകുന്നത്. ചുരിദാർ സാരി മാത്രമല്ല, കുർത്തി, ചുരിദാർ സെറ്റ്, അങ്ങനെ പല സാധനങ്ങളും ഡിസ്കൗണ്ടിൽ കാണിക്കും. ഷർട്ടൊന്നും കാണിക്കാനായിട്ടില്ല. നമ്മൾ ഷർട്ടിൻ്റെ സെക്ഷൻ തുടങ്ങിയിട്ട് വെറും 2 മാസമേ ഉള്ളൂ. അത് ക്ലിയറൻസ് ഇടാനുള്ള ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ സാരി കാണിക്കാം. ഇത് കണ്ടോ, ഇതാണ് ആദ്യത്തെ സാരി. സെമി സിൽക്ക് സാരി, ഇങ്ങനെ സിൽവർ സെറി മുന്താണി വരുന്ന, ബോർഡർ ഇല്ല, ബോർഡർലെസ് ആണ്, മുന്താണി വരുന്ന സാരി. 1190 ആക്ച്വൽ പ്രൈസ്. ഇപ്പോഴത്തെ വില 700 രൂപ. ഇതൊക്കെ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് ആക്ച്വൽ പ്രൈസിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ ബാക്കിലേക്ക് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഇതാണ് സാരി. നല്ല ബോട്ടിൽ ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. ബോഡിയിൽ ഇങ്ങനെ ഒരു ഗ്രീൻ ബുട്ട. ഇതൊരു സൈസ് പെയിൻറ്റ് പോലത്തെ ഇങ്ങനത്തെ സംഭവമാണ്. അത് പോകുന്നൊന്നുമല്ല, അതുണ്ടോ, പോകുന്നൊന്നുമല്ല, നല്ല ഭംഗിയുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ബോർഡർലെസ് ആണ്. ഇനി ബ്ലൗസ് വന്നിട്ട് ഇത് വരും. ബ്ലൗസ് ഇങ്ങനെ ഒരു ഗോൾഡൻ ബോർഡർ, സിൽവർ ബോർഡറൊക്കെ ആയിട്ട്, ഗോൾഡ് സിൽവർ കണ്ടാൽ പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്നായി. സിൽവർ ബോർഡറൊക്കെ ആയിട്ട്, ബുട്ടായൊക്കെ ആയിട്ട് ബ്ലൗസ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതിന് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ. നമ്മൾ സാധാരണ ഡെയിലി വീഡിയോയ്ക്ക് വെക്കുന്ന പോലെ ഒത്തിരി പീസില്ല. ഇപ്പം 10 കാണിക്കുന്നത്, ആ 10 മാത്രമേ ഉള്ളൂ. അതിന് ഒരെണ്ണം കൂടെ ഇല്ല. സിംഗിൾ പീസ് ആയി പോയത് കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഓഫർ സെയിലിൽ വരുന്നത്. ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇല്ല. അപ്പം 6 കളറും 7 കളറും ഒക്കെ വന്നാണെങ്കിൽ അത് 3-4 ഒക്കെ കാണുള്ളൂ. അത് ഈ ഓൺലൈനിൽ നമ്മൾ ഒത്തിരി കാണിച്ചിട്ടേ റീസ്റ്റോക്ക് കൊണ്ടുവന്ന് മിച്ചം വരുന്നതാണ്. അടുത്തത് ടീൽ ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. അല്ലല്ലേ, ഈ സെറി നല്ലൊരു ഭംഗിയാണ് കേട്ടോ. 700 രൂപയെ 1190 സാരിയാണ്. ബ്ലൗസ് കാണിക്കണ്ടല്ലോ. ബ്ലൗസ് ആദ്യം കാണിച്ചത് തന്നെ ടീൽ ബ്ലൂ കളറിലാന്നേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. ഇത് പർപ്പിൾ ഷെയ്ഡ്. പർപ്പിൾ ഇവിടുത്തെ കളർ വരുമ്പോൾ മാറുന്നില്ല. എല്ലാത്തിനും ഒരേ ഏകദേശം ഒരു ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് വരുന്നത്. ഇനി ഒരൊറ്റ കളറും കൂടെ ഉണ്ട്, അതിൻ്റെ ബ്ലാക്ക്, സുന്ദരി ബ്ലാക്ക്, ഡാർക്ക് ബ്ലാക്ക്, ജെറ്റ് ബ്ലാക്ക്. അല്ല, എന്നൊക്കെ പേര് ഞാൻ ആ ബ്ലാക്കിനെ ഇപ്പോൾ വിളിച്ചെന്ന് കണ്ടോ. അല്ലേ. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇതായത് ആ ബ്ലാക്കിൻ്റെ അറ്റത്ത് ആ സിൽവർ ബോർഡർ നല്ല എടുപ്പാട്ടോ. കൂടുതൽ കാണിക്കണ്ടല്ലോ, കളർ മാത്രം മാറിയെന്നേ ഉള്ളൂ. ആ മോഡൽ തീർന്നു. പിന്നെ ഞാൻ പറയാം, ഇതെല്ലാം ഒറ്റ പീസേ ഉള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ 7 മണിക്ക് വീഡിയോ കയറിയിട്ട് ചിലപ്പോൾ 9 മണിയാവുന്നതിന് മുന്നേ സർവ്വം തീർന്നു പോകും. മിക്കപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്ര പെട്ടെന്നോ, ഇപ്പോഴും വീഡിയോ ഇട്ടല്ലേ ഉള്ളൂ എന്ന് ചോദിക്കും. ഓഫർ സൈലാകുമ്പോൾ അങ്ങനെ അതിന് വേറെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തീർന്നു കേട്ടോ. ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയില്ലേ. എന്താ അറിയോ, ഹോൾഡ് ചെയ്ത് വെച്ചാൽ അത് ആർക്കും ഇല്ലാതെ പോയേക്കാം. ചാൻസ് കൂടുതലാണ് അങ്ങനെ പോയി. ഇതിന് എന്നാ മുന്താണി ഇല്ലേ? ഉണ്ട്. അയ്യോ, അത് മൊത്തം അഴിഞ്ഞു പോയി. നല്ലൊരു സാരി കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങോട്ട് നോക്ക്. ഇത് ഒരു എന്നാ പറയുന്നത്, ഇങ്ങനെ ഒരു സ്ക്വയർ ബുട്ടായാണ്. ഇതത്തെ ശരിക്കും ഒരു നമ്മളുടെ ബ്ലാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ ബ്ലാക്ക് മെറ്റലിനൊക്കെ ഒരു കളർ വരത്തില്ല, ആ ഒരു സംഭവമാണ്. ഇതിനൊരു പേര് പറയും, മറന്നുപോയി. അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ ആ ചട്ടിക്ക് ഓർമ്മ വരത്തില്ലല്ലോ, അതങ്ങനെയാണല്ലോ. ഇങ്ങനെ ഒരു കുഞ്ഞു ബോർഡർ. മുന്താണി വന്നിട്ട് ഇത് ഇങ്ങനെ, മുന്താണിയുടെ അവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു ഇത്തക്കൂടെ ഒരു ലൈൻസ് പോകുന്നുണ്ട് കണ്ടോ. ഇവിടോട്ട് വരുമ്പോൾ തെളിഞ്ഞ ഒരു പർപ്പിൾ ഷെയ്ഡ്, ഇവിടേക്ക് വരുമ്പോൾ ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു ലൈൻസ് ഇങ്ങനെ വീവ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ
നല്ല സാരി. ഇതെല്ലാം നല്ല സോഫ്റ്റ് സാരി കേട്ടോ, സോഫ്റ്റ് സിൽക്കിൻ്റെ വിഭാഗത്തിൽ പെടുത്താവുന്ന സാരിയാണ്. അല്ലാതെ ഭയങ്കര എന്താ പറയുക, കട്ടി കനം ഒന്നുമില്ല. അതിൻ്റെ വേറൊരു കളറ് ഗ്രേ. എല്ലാത്തേലും വന്നിരിക്കുന്നത് ആ ബ്ലാക്ക് ഡിസൈൻ തന്നെയാണ്. ഇതും നല്ല സാരി കേട്ടോ. ഗ്രേക്ക് എന്നാ പറഞ്ഞാന്ന് പറഞ്ഞാൽ നല്ലൊരു എടുപ്പ്. അയ്യോ, വില പറഞ്ഞില്ലല്ലേ. അതും 1190, ഇതിന് 750 വില. 1190 ആക്ച്വൽ പ്രൈസ്. ഇപ്പോഴത്തെ പ്രൈസ് 750 ഓൺലി. ഇത് കണ്ടോ, ഇതൊന്നും കാണിക്കാനില്ല, ഇങ്ങനെ തന്നെ ആ സാരി തന്നെയാണ്. നൂർക്കുണ്ടായിരുന്നു. അതെന്നറിയോ, നൂർത്ത് അത് വല്ലാത്ത കൊനഷ്ട ഫോൾഡിങ്ങാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഗ്രേ അല്ലെങ്കിൽ ആഷ് കളറിനെ ഒരു പ്രത്യേക നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കല്ലേ. ഇതും അതെ, ഈ പറഞ്ഞ പോലത്തെ ഒരു കളറാണ്. ഒനിയൻ്റെ ഒരു ഷെയ്ഡ്, നല്ലൊരു ഷെയ്ഡ്. ഇപ്പോൾ ഞാൻ നിവൃത്തി കാണിക്കേണ്ട ആവശ്യമുണ്ടോ? കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോൾഡിങ് മൊത്തം ഇതാവും. കളർ മാത്രമേ വ്യത്യാസപ്പെടുന്നുള്ളൂ. സാരി ആദ്യം കാണിച്ച ആ സെയിം സാരി. എല്ലാം സോഫ്റ്റ് സിൽക്ക്. കട്ട് ചെയ്യേണ്ടി വരുമോ അല്ലാതെ ഞാൻ എടുക്കാമോ? വെയിറ്റ് ചെയ്യൂ. അടുത്ത സാരി ഇതാണ്. ഇതൊക്കെ നിങ്ങൾ കണ്ട് പരിചിതരായ സാരികൾ തന്നെയാണ്. കാരണം നമ്മൾ ഓൺലൈനിൽ കാണിച്ചിട്ടുള്ള സാരികൾ തന്നെയാണ് ഇന്ന് ഞാൻ ഓൺലൈൻ ഡിസ്കൗണ്ട് സെയിലിനായിട്ട് വെക്കുന്നത്. ഷോപ്പിൽ ഇത് ഡിസ്കൗണ്ട് സെയിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ കാണിക്കുന്നത് ഓൺലൈനിൽ നിന്ന് മിച്ചം വന്നെങ്കിൽ മാത്രമേ ഷോപ്പിൽ ഡിസ്കൗണ്ട് സെയിലായിട്ടുള്ളൂ. ഷോപ്പിൽ നമ്മളൊരു ഓഫർ സെയിൽ ഇടുന്നുണ്ട്. ഈ അടുത്ത ദിവസം തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞില്ല. എന്തെടുത്താലും ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിക്ക്, നിങ്ങൾ എന്ത് വാങ്ങിച്ചാലും നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റ് തരിക എന്നുള്ള രീതിക്കൊക്കെ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അത് ഈ ആഫ്റ്റർ ഓണം ക്ലിയറൻസിൻ്റെ ഭാഗമാണ്. അപ്പം അത് ഷോപ്പിൽ അതായിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ മിച്ചം ഉണ്ടെങ്കിൽ ഇതും ഈ വിലയ്ക്ക് അവൈലബിൾ ആയിരിക്കും. പച്ചയും മെറൂണും ഉണ്ടോ, ഇവിടുത്തെ കൂടെ ഇങ്ങനെ ഒരു ബുട്ട, കോപ്പർ ഗോൾഡ് മിക്സ് ആയിട്ടുള്ള ഒരു ബുട്ട. ബ്ലൗസ് കാണിക്കണ്ടേ? ബ്ലൗസ് ദോണ്ട പച്ച. ഞാൻ എന്തിനാ ഇങ്ങനെ പിശുക്കുന്നതെന്നറിയോ? ഫോൾഡിങ് പോകാതിരിക്കാൻ. പച്ച മാത്രമേ ഉള്ളൂ, അതിൻ്റെ ബോർഡർ ഇല്ല. ഇവിടെ നിന്നാണല്ലോ എടുക്കണ്ടേ അല്ലേ? എവിടെ നിന്ന് വേണേലും എടുത്തോളാം. നല്ല മറുപടി. ഞാൻ എവിടെ നിന്ന് വേണേലും എടുക്കും. എന്നിട്ട് ഏറ്റവും അവസാനം ഞാൻ മൊത്തം കുളവാക്കിയെന്ന് എന്നോട് പറഞ്ഞുകൊണ്ട് വന്നാൽ ഞാൻ എൻ്റെ വായിരിക്കുന്നത് കേട്ടോണ്ട് പോയിരിക്കും അല്ലേ. ഇത് നമ്മുടെ ഒരു സെമി ടസറിൻ്റെ വിഭാഗത്തിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് തന്നെയാണ്. സെമി ടസറിൻ്റെ ഒരു സെറി പോലെ ഇതന്നെ. ഇങ്ങനെ ഒരു ഇതുണ്ടോ, ബുട്ടായുണ്ടോ? അയ്യോ, അതെന്നാ ബുട്ടായ കേട്ടെ. ഉണ്ട് കേട്ടോ, സൂക്ഷിച്ച് നോക്കിയാലേ കാണത്തുള്ളൂ അല്ലേ. ഇത് കണ്ടോ, കുഞ്ഞ് ബുട്ട. ഞാൻ തിരിച്ചു പിടിച്ചാണ് മേടിക്കുന്നത്. അല്ല, തിരിച്ചു പിടിച്ചൊന്നുമല്ല, അത് വീവിങ് തന്നെയാണ്. ഇത് കേട്ടോ, ഇങ്ങനെ ഒരു ചെറിയ ഈ പർപ്പിളിൻ്റെ ഒരു ബുട്ട പോലെ ഇവിടെ പോകുന്നുണ്ട്, എടുത്ത് കാണത്തില്ല. ഇതിൻ്റെ വീവിങ് ഇങ്ങനെ നമ്മുടെ സെമി ടസർ സാരിയുടെ വീവിങ് പോലത്തെ വീവിങ്ങാണ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ബ്ലൗസ് ഇതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ബോർഡറുമായിട്ട്. വില പറയണ്ടേ? വില 850 ഇപ്പോഴത്തെ വില. 499, 850, 499. അതിൻ്റെ മഞ്ഞയും പച്ചയും. ഇത്തേലും അത് കണ്ടോ, അത് തന്നെയാണേ. ഇങ്ങനെ കണ്ടോ, തെളിഞ്ഞില്ല, കണ്ടില്ല എന്ന് പറയുന്ന പോലത്തെ ഒരു സൈസ് ബുട്ട. ഇതാണ് സാരി. ഉണ്ടോ, പച്ചയും മഞ്ഞയും. മസ്റ്റാർഡ് യെല്ലോയാണ്. അതിൽ ഇച്ചിരി കൂടെ ഡാർക്കാണെങ്കിലേ ഉള്ളൂ. ഇവിടുത്തെ ഗ്രീനും അതെ. 499 ഒക്കെ നല്ല സാരി. അത് 850 നല്ല സാരിയായിരുന്നു. പിന്നെ ഇതൊക്കെ നമുക്ക് എത്രയോ തവണ എത്രയോ പ്രാവശ്യം എത്രയോ റിപ്പീറ്റഡ് ആയിട്ട് വന്ന സാരിയാണെന്നറിയാം. ഇത് ഉണ്ടോ, പിങ്ക്, ഒനിയൻ പിങ്ക്. എന്നിട്ട് ഇത്തലും ഉണ്ട് ഇങ്ങനെ ആ ഒരു ഡിസൈൻ, നല്ല തെളിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ ഡിസൈൻ ഇങ്ങനെ വരുന്ന മുന്താണി. ഇനി അയ്യോ, ഇതെന്തോ ഒരു പണിയായി. നമ്പർ മുഴുവൻ തെറ്റിച്ചു. മുമ്പേ കാണിച്ച സാരിക്ക് ഒരു കളറും കൂടെ ഉണ്ടായിരുന്നു, അത് താഴെ പോയപ്പോൾ പോയതായിരിക്കും. ഇത് ബ്ലൂ. മുമ്പേ ഒരു സാരി കാണിച്ചില്ലേ, ആ സാരിയുടെ തന്നെ വേറൊരു കളറാണ് കേട്ടോ. അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പിന്നെ സ്മഡ്ജ് ചെയ്ത് ഇപ്പുറത്താക്കാൻ പറ്റുമോ? പറ്റില്ല.
ഞാനും അപ്പുറത്ത് വരും. ഒന്നുമില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറയുകയും വേണ്ട. അത് തന്നെയാണ് നല്ലത്. അവിടെ കണ്ണാടിയൊക്കെ വെച്ച് നിന്നോ, അതായിരിക്കും നല്ലത്. കേട്ടോ, അതാ മുമ്പേ കാണിച്ച സാരിയുടെ കളറാണ് കേട്ടോ. എന്നെ ബ്ലൂ ഇതിന് പറഞ്ഞ എന്നെ ബ്ലൂ ആണോ, സ്കൈ ബ്ലൂ ആണോ, പീക്കോക്ക് ബ്ലൂ ആണോ, അതോ ടീൽ ബ്ലൂ ആണോ? പ്രേക്ഷകർ തീരുമാനിക്കൂ. അടുത്ത സാരി ഇതേ, എനിക്കിഷ്ടമുള്ളൊരു സാരി കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സാരി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിൾ എന്ന് പറയാം. നമുക്ക് ഈ ടെമ്പിളിൽ പോകാൻ, ചർച്ചിൽ പോകാൻ, അങ്ങനെയൊക്കെയുള്ള ഉപയോഗത്തിന് നമുക്ക് സിമ്പിളാണ്, എന്നാൽ ഇച്ചിരി നല്ല സാരിയാണ്. അങ്ങനത്തെ ഒരു ഇതില്ലേ, അങ്ങനത്തെ ഒരു സാരി കേട്ടോ. ഒരു സിൽവർ ഗ്രേ മിക്സാണ് വീവിങ്. ഇവിടെ കോപ്പർ ബോർഡർ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇതാണ് സാരി. സാരിക്ക് വേറെ സംഭവങ്ങളും ആടയാഭരണങ്ങളും ഒന്നുമില്ല. അയ്യോ, ആടയാഭരണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനോർത്ത് ജ്വല്ലറി കാണിക്കാൻ കുറച്ച് ദിവസമായി ഇവിടെ ആഞ്ഞു കുത്തിയിരിക്കാൻ പറഞ്ഞിട്ട്. അതിന് പ്രൈസ് ഇട്ടില്ല, മറന്നുപോയി അതിൻ്റെ സംഭവത്തിൻ്റെ കാര്യം കേട്ടോ. ഇങ്ങനെ വരും മുന്താണി. മുന്താണി ഇങ്ങനെ ഒരു ഇത് വരും. ബോഡി ദേ ഇങ്ങനെ വരും കേട്ടോ. നല്ലതാണ്, സിമ്പിളായിട്ട് ഉടുക്കാൻ. നല്ല എന്നാ പറയുന്നത്, ഇതിൻ്റെ സ്റ്റഫെന്ന് പറയുന്നത് ഒരു നെറ്റ് കോട്ടാടെ അല്ല, ഒരു സിൽക്കി കോട്ടാടെ ഒക്കെ ഒരു സ്റ്റഫാണ്. ഇത് കണ്ടോ, ഇങ്ങനെ സിൽക്കി കോട്ടാടെന്നൊക്കെ പോലെ ഒരു സാമ്യമുള്ള ഒരു സൈസ് സ്റ്റഫ്, അങ്ങനത്തെ ഒരു വീവിങ്. ഇതാണ് സാരി. അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇത് ബ്ലൗസ് വരുമ്പം ഈ കോപ്പറിൻ്റെ വീവിങ് കൂടുതൽ വരും. മറ്റേ ബോഡിയെ വരുമ്പം ഗ്രേയും സിൽവറും കൂടെ കൂടി വരും. ഇവിടെ വരുമ്പം ഗ്രേയും കോപ്പറും കൂടെ കൂടി വരും ബ്ലൗസിന്. അതിൻ്റെ കുറച്ച് കളറുണ്ട്, കാണിച്ചു തരാവേ. വില പറഞ്ഞില്ല അല്ലേ, വില ഞാൻ പറയാം. ഇത് വില ഇപ്പോഴത്തെ വിലയാണ്, ഒരേ ഒരു വിലയേ കിടപ്പുള്ളൂ. വില പറഞ്ഞേ ഞാൻ അടങ്ങും. 870 രൂപയാണ്. 500 രൂപ. 500 രൂപയ്ക്ക് സാരി നല്ല സാരി കേട്ടോ. പുത്തം പോലും മായാത്ത സാരികളാണ്. പിന്നെ ഒറ്റ കുഴപ്പമുള്ളൂ, ഒറ്റ പീസേ ഉള്ളൂ. പാരറ്റ് ഗ്രീൻ ആണോ ഇത്? അല്ലല്ലേ, ഗ്രീൻ്റെ ഒരു ഷെയ്ഡാ കേട്ടോ. ഞാനിപ്പോൾ എല്ലാം അങ്ങനെ ഒരു ഉരുണ്ടുകളി നടത്തുന്നുണ്ട്. ഇപ്പോൾ റോസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ റോസിൻ്റെ ഒരു ഷെയ്ഡാണ് കിട്ടുന്നത്. അത് ഏതാ കൃത്യമായിട്ട് എന്ത് ഷെയ്ഡാന്ന് ഞാൻ കവി പറയുന്നില്ല. ഇത് ശരിക്കും റോസ്, നല്ല റോസ്. ഈ റോസ് കളർ കാണുമ്പോഴേ എനിക്ക് ആരെ ഓർമ്മ വരുമെന്ന് പറയാമോ? എൻ്റെ മദർ ഇൻ ലോയെ ഈ റോസ് കളർ കണ്ടു കൊടുത്താണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ആദ്യം കാണും ഇതുപോലത്തെ റോസ് കളർ ഒരു സാരി, മോഹൻ റോസ് കളർ. നല്ല സുന്ദരി കുട്ടിയായിരുന്നു. ഇപ്പം മനസ്സിലായില്ലേ, മരിച്ചുപോയി. പിന്നെ റോസും കോപ്പറും. ഇനി അത് സെയിം സാരിയാണ്. ഇതിന് ഒരു ചെറിയ ഇതിലേക്കൂടെ ഒരു ഈ ഹാൻഡ്ലൂമിൻ്റെ ഒക്കെ വീവിങ് പോവല്ലേ, അങ്ങനെ ഒരു ചെറിയ വീവിങ് പല കളറിൻ്റെ മിക്സായിട്ട് പോകുന്നുണ്ട്. ഇതിപ്പം വരുമ്പോൾ ഒരു ഗോൾഡൻ കളറും കോപ്പറും കൂടെ. അതാ ഞാൻ പറയും, ഇത് ചർച്ച് വെയർ ആയിട്ടും അമ്പലത്തിലൊക്കെ പോകാനും ചെറിയ ഫങ്ഷൻ വെയർ ആയിട്ട് നല്ല സംഭവം കേട്ടോ. നമ്മൾ നല്ല രീതിക്ക് ഇത് ബ്ലൗസൊക്കെ തയ്ച്ച് നല്ല ഒരു ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോകാം. 500 രൂപയുള്ളത് മനസ്സിൽ നിങ്ങൾ കളഞ്ഞേക്കണം. അതേ ഉള്ളൂ, ഒറ്റ കുഴപ്പം, ഒരേ ഒരു കുഴപ്പം അതേ ഉള്ളൂ. ചുമ്മാ മനസ്സിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അയ്യോ 500 രൂപയല്ലേ, കുറഞ്ഞു പോയില്ലെന്ന്. 500 രൂപയുടെ ഇപ്പുറത്തോട്ടൊരു 0 ഇട്ടു, എന്നിട്ട് നമുക്ക് പറ്റിക്കാം. എന്നാലും കുഴപ്പമില്ല. ഇത് പൗഡർ ബ്ലൂ കളർ പൗഡർ ബ്ലൂ കളർ. നല്ല സാരി അല്ലേ? ഐഡിയ ഒക്കെ വരുന്നു. ഇങ്ങനത്തെ ഓരോ സാധനം കാണുമ്പോൾ എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, ഡിസൈൻ ചെയ്യണമെന്നൊക്കെ ഓർമ്മ വരും, തോന്നുന്നു. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ കളക്ഷൻസ്. ഇന്നത്തെ ഓഫർ കളക്ഷൻസ് ഇത്രയാണ്. അടുത്ത ദിവസങ്ങളിലും ഉണ്ട്. കുർത്തിയുടെയോ ചുരിദാർ സെറ്റിൻ്റെയോ സാരിയുടെ ഒന്നും ആയിട്ടില്ല. സാരി ഇങ്ങനെ ഒത്തിരി ഇരിക്കുക. നമുക്ക് ഇനിയിപ്പോൾ ക്രിസ്മസിലേക്കുള്ള പോക്കല്ലേ, ക്രിസ്മസിലേക്ക് പോകാൻ റെഡിയായിട്ട് ഇങ്ങനെ ഇസബെല്ല നിൽക്കുക. മിനിഞ്ഞാന്നും പർച്ചേസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുക. ചുരിദാർ സെറ്റ് ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇസബെല്ലയുടെ ഓൺ കളക്ഷൻസ് സൂപ്പർ കുർത്തീസ് വന്നിട്ടുണ്ട്. പ്രീമിയം കളക്ഷനാണ്. റേറ്റ് ഇച്ചിരി ഉണ്ട്, ഭയങ്കര ഭീമമായ റേറ്റ് അല്ല, പക്ഷേ നല്ല സൂപ്പർ ഗ്രാൻഡ് സ്റ്റാൻഡേർഡ് ഇസബെല്ലയുടെ ആയതുകൊണ്ട് ഒട്ടും കുറയ്ക്കുന്നില്ല. ഓൺ മാനുഫാക്ചറിങ് വന്നിട്ടുണ്ട്.
നേരിട്ട് വരാൻ പറ്റുന്നവരൊക്കെ വായോ. ഡെയിലി ആൾക്കാർ വരുന്നുണ്ട്. അയ്യോ എന്നും കാണുമ്പോൾ ഒരു എന്നാ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സാരി അഡിക്റ്റ് ആക്കി എന്ന് പറയുന്നുണ്ട്. എല്ലാത്തിലും ഒത്തിരി സന്തോഷം. ഇനിയും ദൈവം അനുഗ്രഹിച്ച് ധാരാളം ആൾക്കാർ എൻ്റെ ഇസ്വല്ലയിലേക്ക് വരട്ടെ, ഇഷ്ടപ്പെടട്ടെ, സന്തുഷ്ടരായിട്ട് ഇവിടുന്ന് മടങ്ങിപ്പോയാൽ ദൈവം ഇടവരുത്തട്ടെ. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ടാറ്റ.